ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും എന്നുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയായത്. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് എല്ലാ മേഖലയെക്കുറിച്ചും നമ്മൾ അറിയുവാൻ, അവരെ എപ്രകാരം നമുക്ക് രക്ഷിക്കണം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, അവരെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾ പറയുന്ന എന്താണ്, അവരുടെ വേദനയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആഴമായിട്ടുള്ള ബോധ്യം നൽകുന്ന 10 ദിന ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും എന്നുള്ള ശുശ്രൂഷ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. നവംബർ മാസം 1-ാം തീയതി സകല വിശുദ്ധരുടെ തിരുനാള് സഭ ആഘോഷിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം കത്തോലിക്ക സഭ ചില വിശുദ്ധരെ അവരുടെ പേരെടുത്ത് ചില ദിവസങ്ങളിൽ തിരുനാളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ പേരെടുത്ത് ചില ദിവസങ്ങളിൽ തിരുനാളായിട്ട് ആഘോഷിക്കാത്ത അനേക കോടി വിശുദ്ധാത്മാക്കള് ഇന്ന് സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സകല വിശുദ്ധരുടെയും തിരുനാള് ഇന്ന് സഭ ഒത്തിരിയേറെ സന്തോഷത്തോടെ ആഘോഷിക്കുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കൊച്ചു കാര്യം ഇതാണ്: ആരാണ് യഥാർത്ഥത്തില് വിശുദ്ധര്? പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് തോന്നുന്നു വിശുദ്ധി വിതരണം ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധർ. പുണ്യങ്ങള് വിതരണം ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് പുണ്യവാൾ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, തൻ്റെ നോട്ടം കൊണ്ടും തൻ്റെ ചിന്ത കൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും തൻ്റെ വാക്കുകൊണ്ടും തൻ്റെ കഴിവ് കൊണ്ടും തൻ്റെ എല്ലാ മേഖലയിലൂടെയും മറ്റുള്ളവരിലേക്ക് വിശുദ്ധി വിതരണം ചെയ്യുന്നവരെ വിശുദ്ധരെന്ന് നമ്മൾ വിളിക്കുക. എന്ന് വെച്ചാൽ വിശുദ്ധി സംപ്രേഷണം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധര്. പ്രിയപ്പെട്ടവരെ, ഓരോ കത്തോലിക്കനും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, വിശുദ്ധരായി തീരാനാണ്. അപ്പോൾ കത്തോലിക്ക മക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ നോട്ടത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, കഴിവിലൂടെ, വികാരങ്ങളിലൂടെ, ചിന്തകളിലൂടെ വിശുദ്ധി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി തീരുക എന്നുള്ള സത്യം ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരുടെ, വിശുദ്ധരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തിൽ വീഴാത്തവരല്ല വിശുദ്ധര്. മറിച്ച് പാപത്തിൽ വീണാലും വീണതിനേക്കാളും വേഗത്തിൽ എണീറ്റ് പുണ്യത്തിലൂടെ ചരിക്കാനായിട്ട് പരിശ്രമിച്ചവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീഴാതിരിക്കുകയല്ല. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ലഘുപാപത്തിൽ വീണ് പോകാം. വീണാലും വീണതിനേക്കാളും പെട്ടെന്ന് എഴുന്നേറ്റ് പുണ്യത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കാനായിട്ട് തയ്യാറായാൽ നമുക്കും വിശുദ്ധരായിട്ട് തീരാനായിട്ട് പറ്റും. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ലോകത്തിലെ ചിലത് കിട്ടാതെ വരുമ്പോഴോ ശരീരത്തിൽ ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോഴോ വേദനിക്കുന്നവരല്ല വിശുദ്ധര്. മറിച്ച് ആത്മാവിന്റെ ദുരാവസ്ഥ കാണുമ്പോൾ അതിനെയോർത്ത് കരയുന്നവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധർ. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ സ്വപ്നങ്ങളും സ്വർഗീയ പദ്ധതികളും ഭൂമിയിൽ നടപ്പിലാക്കാനായിട്ട് ദൈവത്തിന് സ്വയം സമർപ്പിക്കപ്പെട്ട വ്യക്തികളാ യഥാർത്ഥത്തിൽ വിശുദ്ധര്. യേശു ക്രിസ്തുവിന്റെ ഹൃദയം അറിഞ്ഞ് സ്വന്തമാക്കിയവരാണ് യഥാർത്ഥത്തില് വിശുദ്ധര്. ഈ സകല വിശുദ്ധരുടെ തിരുനാൾ ദിവസം നമ്മളും ചെയ്യേണ്ട കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, ഞാൻ പരിപൂർണമായിട്ട് എൻ്റെ യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ഹൃദയം ഞാൻ സ്വന്തമാക്കുമ്പോൾ ഞാനും ഒരു വിശുദ്ധനായി വിശുദ്ധയായിട്ട്
തീരുമെന്നുള്ള സത്യം തിരിച്ചറിയണം. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയാ? ഹല്ലേലൂയ. സത്യോടെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ മറ്റൊരു പ്രത്യേകത പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നേ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകാതെ ദൈവത്തിന്റെ പിന്നാലെ പോയവരാ വിശുദ്ധര്. ദൈവം നൽകുന്ന ദാനങ്ങളുടെ പിന്നാലെ പോകാതെ ദൈവത്തിന്റെ പിറകെ പോയവരാ വിശുദ്ധര്. നമ്മുടെ ജീവിതത്തിലും ചെയ്യേണ്ട കാര്യം ഇതാണ്. ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പരക്കം പാഞ്ഞു നടക്കുകയല്ല ചെയ്യേണ്ട, മറിച്ച് ദൈവത്തിന്റെ പിന്നാലെ ഒരു ദൈവ പൈതൽ ചരിക്കാനായി, സഞ്ചരിക്കാനായി, അനുഗമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളും വിശുദ്ധരായി തീരുകയാണെന്നുള്ള സത്യം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ മേല് ആത്മാവിന് അധികാരം നേടിയെടുത്തവരാണ് വിശുദ്ധര്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും യേശുക്രിസ്തുവിനെ പ്രതി അത് വേണ്ട എന്ന് വെച്ചവരാണ് വിശുദ്ധര്. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായിട്ടും അത് വേണ്ട എന്ന് വെച്ചവരാണ് വിശുദ്ധര്. ദരിദ്രനെ മാത്രം സ്നേഹിക്കാതെ ദാരിദ്ര്യത്തെ കൂടി പുൽകിയവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധര്. പ്രിയപ്പെട്ട മക്കളെ, ചുരുക്കത്തിൽ എല്ലാത്തിനേക്കാളും അധികമായിട്ട് ഈശോയെ സ്നേഹിക്കുക, ഈശോയെ അനുഗമിക്കുക, ഈശോയെ അനുസരിക്കുക, ഈശോയെ സ്വീകരിക്കുക, ഈശോയിൽ ആശ്രയം വെക്കുക, ഈശോയിൽ ആനന്ദിക്കുക. ഇതാണ് വിശുദ്ധർ ഓരോരുത്തരും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയിലേക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ട കാര്യം ഇതാ മക്കളെ, ഈശോയെ എല്ലാത്തിനേക്കാളും അധികമായി സ്നേഹിക്കുക, ഈശോയെ അങ്ങോട്ട് അനുഗമിക്കുക, ഈശോയെ ആത്മാർത്ഥമായി ആശ്രയിക്കുക, ഈശോയെ നമ്മൾ അനുഭവിക്കുക, ഈശോയെ നമ്മൾ അനുസരിക്കുക, ഈശോയിൽ ആനന്ദം കണ്ടെത്തും. മക്കളെ, ഇത് ചെയ്താൽ നമുക്കും വിശുദ്ധരായി തീരും. ഈ നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാർത്ഥമായി സകല വിശുദ്ധരോട് ചേർന്ന് വിളിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിന്റെ വലിയൊരു കൃപ നമുക്ക് കിട്ടാൻ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി മാറുവാൻ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഓരോ ആത്മാക്കളും രക്ഷ പ്രാപിച്ച് അവർ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുപറ്റാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി, ദൈവമേ, വിശുദ്ധർക്ക് കിട്ടിയ അഭിഷേകം, വിശുദ്ധരിൽ നിറഞ്ഞു നിൽക്കുന്ന കൃപകള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധരുടെ അഭിഷേകം നൽകണമേ, വിശുദ്ധരുടെ സംരക്ഷണം നൽകണമേ, വാഴ്ത്തപ്പെട്ടവരുടെ സംരക്ഷണം നൽകണമേ, പുണ്യവാന്മാരുടെ സംരക്ഷണം നൽകണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധി വിതരണം ചെയ്യുന്ന വിശുദ്ധരായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാം വെടിഞ്ഞുകൊണ്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട് വിശുദ്ധരെ പോലെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാക്കളെ രക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വരം ഉയർത്തി വിളിക്കാമോ? യേശുവേ, ഈശോയേ. കരഘോഷത്തോടെ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധ മാലാഖമാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പരിശുദ്ധയായ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ മിഖായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ ഗബ്രിയേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ റഫായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ ദൂതന്മാരേ
പത്രോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പൗലോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സ്തേഫാനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സെബസ്ത്യാനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അഗസ്തീനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യാക്കോബേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലൂയിസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം മഗ്ദലേന, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും മാഗ്നസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ ജോൺ മരിയ വിയാനി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കത്രീനെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അമ്മ ത്രസ്യായെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കൊച്ചു ത്രസ്യായെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അന്നായെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ വെറോനിക്ക, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡോൺ ബോസ്കോ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡൊമിനിക് സാവിയോ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൽഫോൻസാമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ യവപ്രാസ്യാമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പാദ്ര പിയോ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ യൂദാ തദേവൂസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്തോണീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്തോണീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മരിയ ഗുരുത്തി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ സിസലിയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധരായ സകലരുമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ രക്തസാക്ഷികളെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗവാസികൾ സകലരുമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തുനാഥ കേൾക്കണമേ, ക്രിസ്തുനാഥ കേൾക്കണമേ, കനിവാർന്നിവരെ കേൾക്കണമേ, കനിവാർന്നിവരെ കേൾക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ
രക്തസാക്ഷികളെ ഞങ്ങളുടെ ചുറ്റിലും, ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റിലും, ഞങ്ങളുടെ ശുശ്രൂഷയുടെ ചുറ്റിലും, ശുദ്ധീകരണാത്മാക്കളുടെ ചുറ്റിലും നിറയണമേ. ആത്മാക്കളെ രക്ഷിക്കണമേ. ആത്മാക്കളെ രക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കൃപ ഞങ്ങൾക്ക് നൽകണമേ. കരമുയർത്തി വിളിക്കട്ടെ യേശുവേ. ജീവിക്കുന്ന ദൈവമേ, കനിവാൽ ഞങ്ങളെ സഹായിക്കണമേ. അകത്തോടെ പ്രാർത്ഥിച്ച് വിശുദ്ധരുടെ കൂട്ടായ്മ നിറയട്ടെ. ഒരു നിമിഷം പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ യവസേ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഈ നിമിഷം ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ഓരോ ആത്മാക്കളുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവേ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വലിയ കൃപ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. യവസേ പിതാവേ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മുഴുവനും ആത്മാക്കളെ വീണ്ടെടുത്ത് സ്വർഗത്തിൽ എത്തിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിച്ച് വാങ്ങിച്ച് നൽകണമേ. സകല വിശുദ്ധരെ, സകല വാഴ്ത്തപ്പെട്ടവരെ, സകല രക്തസാക്ഷികളെ, സകല സ്വർഗവാസികളെ നിങ്ങളുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാൻ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെ അതിനായിട്ട് ഞങ്ങൾക്ക് രക്ഷിച്ചെടുക്കുവാനുള്ള വലിയ ദാഹം, വലിയൊരു അഭിഷേകം, വലിയൊരു കൊതി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിമിഷം നൽകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, നമ്മളെ എല്ലാ ദൈവമക്കളെയും, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവനും മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച അമ്മേ, അതിനുള്ള കൃപ, അതിനുള്ള ദാഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിതക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെ അമ്മയുടെ വിമല ഹൃദയം വഴി ആത്മാക്കളെ മുഴുവനും പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ ആത്മാക്കളെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം നവംബർ മാസത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം. തിരുസഭ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, അതും തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച് ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാസം. മറ്റൊരു രീതി പറയുവാണെങ്കിൽ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് സഭാംഗങ്ങൾ മുഴുവനും വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട മാസമാണ് യഥാർത്ഥത്തിൽ നവംബർ മാസം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കള്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തലമുറകളായിട്ട് മരിച്ചുപോയവര്, നമ്മുടെ കുടുംബ വൃക്ഷ ശാഖയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കള്, മരിച്ചുപോയിട്ടുള്ള വൈദികര്, പ്രത്യേകിച്ച് നമുക്ക് ജ്ഞാനസ്നാനം നൽകിയ, ആദ്യ കുർബാന നൽകിയ, നമ്മുടെ കുംഭസാരം കേട്ട, നമ്മളെ ആശീർവദിച്ച, വിവാഹം ആശീർവദിച്ച, നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു തന്ന,
നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ള, നമുക്ക് വചനം പങ്കുവെച്ച് തന്നിട്ടുള്ള ഏതെങ്കിലൊക്കെ വൈദികര് മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നുണ്ടെങ്കിൽ ആ ആത്മാക്കളെ സമർപ്പിക്കാൻ, മരിച്ചുപോയിട്ടുള്ള സമർപ്പിതരെ രക്ഷിക്കാനായിട്ട്, അബോർഷനിലൂടെ മരിച്ചുപോയ കുഞ്ഞുങ്ങള്, ദുർമരണത്താൽ മരിച്ചുപോയ ആത്മാക്കള്, പ്രകൃതി ദുരന്തത്താൽ മരിച്ചുപോയ ആത്മാക്കള്, ഭീകരവാദികളുടെ ആക്രമണത്താൽ മരിച്ചുപോയ ആത്മാക്കള്, ആരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾ, മക്കളെ, ഇവരെയൊക്കെ രക്ഷിക്കാനായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ഈ മാസം, ഈ നവംബർ മാസം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഓരോ ആത്മാക്കളുണ്ടല്ലോ, ഓരോ വ്യക്തികളുണ്ടല്ലോ, അവരൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷവും അവിടെ കിടന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ യാചിക്കുന്ന ഒരു യാചനയുണ്ട്. കുഞ്ഞേ, മകനെ, മകളെ, എന്നെ ഒന്ന് രക്ഷിക്കാമോ? എന്നോടൊന്ന് കരുണ കാണിക്കാമോ? ഈ അഗ്നി തടവറയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാമോ? പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഓരോ ആത്മാക്കളും ഇപ്രകാരം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നുകൊണ്ട് യാചിക്കുക. അപ്പൻ നഷ്ടപ്പെട്ടവരില്ലേ? അമ്മ നഷ്ടപ്പെട്ടവരില്ലേ? ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരില്ലേ? മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരില്ലേ? അയൽവക്കക്കാർ, സ്വന്തക്കാർ നഷ്ടപ്പെട്ടവരില്ലേ? നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, മക്കളെ, എൻ്റെ ജീവനായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു, ഞാൻ ഒത്തിരിയേറെ സ്നേഹിച്ചതാ, എന്നെ ഒത്തിരി വളർത്തിയതാ, എനിക്കെല്ലാം ചെയ്തു തന്നതാ, അവർ നഷ്ടപ്പെട്ടു പോയി. നമ്മളൊക്കെ പലപ്പോഴും അതോർത്ത് കരയാറുണ്ടല്ലോ മക്കളെ. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ പ്രകാരം മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഓരോ ആത്മാക്കള് നമ്മുടെ മുമ്പിൽ കിടന്നുകൊണ്ട് യാചിക്കുക, എന്നെ ഒന്ന് രക്ഷിക്കാമോ? ഈ അഗ്നി തടവറയിൽ നിന്ന് എന്നെ ഒന്ന് പൊക്കിയെടുക്കാമോ? എന്നെ സ്വർഗത്തിലേക്കൊന്ന് എത്തിക്കാമോ? എന്റെ മക്കളെ, എന്നെ ഒന്ന് മറക്കല്ലേ, എന്നെ രക്ഷിക്കാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്ക. ഇപ്രകാരം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ നമ്മുടെ മുമ്പിൽ ശുദ്ധീകരണ സ്ഥലത്ത് കടന്നുകൊണ്ട് യാചിക്കുക. മക്കളെ, നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ പോയി മുട്ടുകുത്തി കുരിശു വരയ്ക്കുന്ന സമയത്ത് ഈ ആത്മാക്കൾ അവിടെ കടന്നുകൊണ്ട് യാചിക്കുന്നുണ്ട്, ഈ അർപ്പിക്കുന്ന ബലി എനിക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെക്കാമോ? ജപമാല ചൊല്ലുവാനായിട്ട് വീട്ടിൽ മുട്ടുകുത്തി കുരിശു വരയ്ക്കുന്ന സമയത്ത് ഈ ആത്മാക്കൾ യാചിക്കുന്നുണ്ട്, മക്കളെ, ഇത് എനിക്കായിട്ടൊന്ന് കാഴ്ചവെക്കാമോ? ഒരു കരുണക്കൊന്ന് ചെല്ലാനായിട്ട് ജപമാല കൈകളിൽ എടുക്കുമ്പോൾ ഈ ആത്മാക്കൾ ചോദിക്കുന്നുണ്ട്, ഇത് എനിക്കായിട്ടൊന്ന് കാഴ്ചവെക്കാമോ? ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ, പിറുപിറുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ മക്കള്, ഈ ആത്മാക്കൾ നമ്മൾ യാചിക്കുക, മക്കളെ, പിറുപിറുക്കല്ലേ, പഴിചാറല്ലേ, വിധിക്കല്ലേ, മറിച്ചിത് സഹിച്ച് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇത് എൻ്റെ ആത്മരക്ഷയ്ക്കായിട്ട് നിങ്ങളൊന്ന് കാഴ്ചവെക്ക. ജീവിതത്തിൽ ഒരു ഉപവാസം എടുക്കുമ്പോൾ അവർ യാചിക്കുന്നുണ്ട്, ഇത് എനിക്കായിട്ടൊന്ന് കാഴ്ചവെക്കാമോ? ജീവിതത്തിൽ ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ, ഒരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ ആത്മാക്കൾ യാചിക്കുവാണ്, മക്കളെ, ഇത് എനിക്കായിട്ടൊന്ന് കാഴ്ചവെക്കാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഓരോ ആത്മാക്കളും ഇപ്രകാരം യാചിക്കുമ്പോൾ, ഇത്രമാത്രം കേഴുമ്പോൾ, എത്ര പേർ അവരുടെ സ്വരം, എത്ര പേർ അവരുടെ യാചന, അവർ ഈ കേഴുന്ന അവസ്ഥ എത്ര പേർക്കൊന്ന് മനസ്സിലാക്കാൻ, അവരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മുടെ അപ്പച്ചൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മുടെ അമ്മ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നൊന്ന് കേണാൻ, നമ്മുടെ മുമ്പിൽ വന്നൊന്ന് യാചിച്ചാൽ നമ്മൾ എന്തും ചെയ്തു കൊടുക്കില്ലേ? നമ്മൾ എത്ര വില കൊടുത്തും അവർക്കുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കില്ലേ? പക്ഷെ എന്തേ മക്കളെ, അഗ്നി തടവറയിൽ കിടന്നുകൊണ്ട് അവർ വേദനയുടെ തീച്ചുളയിൽ കിടന്നുകൊണ്ട് യാചിക്കുക, മക്കളെ, എന്നെ ഒന്ന് രക്ഷിക്ക. പക്ഷെ എത്ര പേരുണ്ടെന്ന് ഇന്ന് ഈ ആത്മാക്കളെ രക്ഷിക്കാൻ? എന്തുകൊണ്ടാണ് നമുക്ക് അവരുടെ സ്വരം കേൾക്കാൻ പറ്റാത്തെ? എന്തുകൊണ്ടാണ് നമുക്ക് അവരെ ശ്രവിക്കാൻ പറ്റാത്തെ? എന്തുകൊണ്ടാണ് അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തെ? അതിന് രണ്ട് കാരണമാണ് പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ പല മക്കൾക്കും എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നുള്ള കാര്യം അറിയില്ല.
രണ്ട്, അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ചെയ്യാനുള്ള, അവിടെ കിടക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാനുള്ള താല്പര്യമില്ല. നോക്കിക്കേ, പല മക്കൾക്കും ശുദ്ധീകരണ സ്ഥലം അറിയില്ല, അവിടുത്തെ അവസ്ഥയെ കുറിച്ചറിയില്ല, ഒരാത്മാവ് എന്തുകൊണ്ടാണ് അവിടെ പോകാൻ കാരണമെന്നറിയില്ല, എത്ര നാൾ അവിടെ കിടക്കേണ്ടതായി വരുമെന്നറിയത്തില്ല, അവർക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുമോ എന്നറിയത്തില്ല, അവരെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ അജ്ഞത മൂലം പല വ്യക്തികളും മരിച്ചുപോയിട്ടുള്ള, കുടുംബത്തിൽ നിന്ന് തലമുറകളായിട്ട് മരിച്ചുപോയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ, അവരെ രക്ഷിക്കാൻ പരിശ്രമിക്കാതെ ലോകത്തിൻ്റെ നിമിഷ സുഖങ്ങളിൽ കെട്ടിക്കിടക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നവംബർ മാസം 1-ാം തീയതി ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ശുദ്ധീകരണ സ്ഥലം? ഇത് ഓരോ ക്രൈസ്തവനും ഇന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് CCCയിൽ 1030-ലും 1031-ാമത്തെ ഖണ്ഡികയിലും എന്താണ് ശുദ്ധീകരണ സ്ഥലമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കേൾക്കണം, എന്താണ് ശുദ്ധീകരണ സ്ഥലമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030-ലും 1031-ലും ആ ഖണ്ഡികയിൽ വ്യക്തമായിട്ടും പറഞ്ഞു വെക്കുക. അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ കൃപാവരത്തിലും, ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവര് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും, വീണ്ടും പറയുന്നു, അവർ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായിട്ടുള്ള വിശുദ്ധി നേടുന്നതിന് വേണ്ടി മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിരിക്കുന്നു. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ എന്നെ ഒന്ന് കേട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കേ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്, അവിടെ പ്രവേശിക്കുന്നത്, മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവര്. രണ്ട്, ദൈവത്തോട് സൗഹൃദത്തിൽ, ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ മരിക്കുന്നവര്. അതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്നാൽ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെടാത്ത ആത്മാക്കള്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കള് സ്വർഗത്തിലെത്തണമെങ്കിൽ ഒരു പൂർണ്ണ ശുദ്ധീകരണം, പൂർണ്ണ വിശുദ്ധീകരണം, പൂർണ്ണ വിശുദ്ധി ആവശ്യമാണ്. ഈ പൂർണ്ണ വിശുദ്ധീകരണത്തിന് വേണ്ടി മരണശേഷം തനതു വിധിയിലൂടെ ആ വിശുദ്ധീകരണത്തിനായിട്ട് തെരഞ്ഞെടുത്ത് ആ ആത്മാവ് പോകുന്ന സ്ഥലമാണ് യഥാർത്ഥത്തില് ശുദ്ധീകരണ സ്ഥലം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരാണ് ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നത്? ഏതാത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നത്? ഒന്ന്, ദൈവത്തിൻ്റെ സൗഹൃദത്തിലും ദൈവത്തിൻ്റെ കൃപാവരത്തിലും ജീവിച്ച് മരിച്ചു, എന്നാൽ അവർ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ആത്മാവ് പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ്. രണ്ട്, കുംഭസാരം എന്ന് പറയുന്ന കുദാശയിലൂടെ പാപത്തിൻ്റെ കുറ്റം മാറ്റി അതിനുശേഷം താൽക്കാലിക അല്ലെങ്കിൽ പാപത്തിൻ്റെ കറ, കടം, അത് പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദണ്ഡവിമോചനത്തിലൂടെയും മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ആ ആത്മാക്കൾ മരിച്ചാൽ പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ്. മൂന്നാമതായിട്ട്, ഏതൊക്കെ മേഖലയിൽ കൃപാവര അല്ലെങ്കിൽ ക്രമരാഹിത്യം ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ നമ്മൾ മരിച്ചാൽ ആ ആത്മാവ് പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ്. അതുപോലെ തന്നെ താൽക്കാലിക ശിക്ഷ, ആ ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് പരിഹരിക്കുന്നില്ലെങ്കിൽ ആ ആത്മാവ് പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ലഘുപാപങ്ങൾ ചെയ്തു, ഉപേക്ഷയാൽ ചില പാപങ്ങൾ ചെയ്തു, എന്നിട്ട് അതിന് തക്കതായ പരിഹാരം ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്നില്ലെങ്കിൽ മരണശേഷം ആ ആത്മാവ് പോകുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ അപ്പനാകാം, അമ്മയാകാം, ജീവിത പങ്കാളിയോ ആരൊക്കെ ആകട്ടെ, പ്രിയപ്പെട്ടവരെ, അവർ പലപ്പോഴും കുമ്പസാരിച്ചിട്ടുണ്ട്.
പക്ഷേ കുംഭസാരത്തിന് ശേഷം അവരിലുള്ള പാപത്തിന്റെ കറ മാറ്റാനായിട്ട് പരിഹാരത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ആ കറ മാറ്റാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് വേദന അനുഭവിക്കുവാന്നേ. ജീവിതത്തില് ക്രമരാഹിത്യങ്ങൾ പലതും ചെയ്തിട്ട് തക്കതായ പരിഹാരം ജീവിച്ചിരുന്ന സമയത്ത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവരിന്ന് അത് പരിഹരിക്കാനായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുക. താൽക്കാലിക ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് പരിഹരിച്ചിട്ടില്ലെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്ത് വർഷങ്ങളായിട്ട് കിടക്കുക പരിഹരിക്കാനായിട്ട്. ലഘുപാപങ്ങള് അനേകായിരങ്ങൾ ചെയ്തു, ഉപേക്ഷയാല് അനേകായിരം പാപങ്ങൾ ചെയ്തിട്ട് അതിന് തക്കതായ പരിഹാരം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇന്നും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുവാന്നേ. അതുകൊണ്ടാ ആ ആത്മാക്കൾ അവിടെ കടന്നുകൊണ്ട് യാചിക്കുന്ന, മക്കളെ എനിക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല, ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് വേദന അനുഭവിക്കുമ്പോൾ എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കുഞ്ഞേ, നിന്റെ സഹായത്താൽ, നിന്റെ കരുണ കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട്, നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ പരിഹാരം കൊണ്ട്, നിന്റെ ബലി കൊണ്ട്, നിന്റെ ദണ്ഡവിമോചനം കൊണ്ട് മാത്രമാ കുഞ്ഞേ എനിക്ക് ഈ അഗ്നി തടവറയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പന്റെ കേഴുന്ന യാചന മക്കളെ നമ്മൾ കണ്ണടച്ച് കളയല്ലേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ അവിടെ കിടന്ന് യാചിക്കുന്നത് നമ്മൾ പുറന്തള്ളി കളയല്ലേ. പറഞ്ഞേ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആർക്കാ മക്കളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നേ? തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ഒരു ലാഞ്ചന പോലും ഏശാതെ, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് പരിപൂർണതയിൽ എത്തിച്ചേരാതെ, അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ തിന്മയുടെ ലാഞ്ചനയും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് പരിപൂർണതയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഏക കൂട്ടര് വിശുദ്ധരാ. വിശുദ്ധർക്ക് മാത്രമേ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മുടെ ആത്മാവില് അപൂർണത കിടപ്പുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തില് തിന്മയുടെ ലാഞ്ചന കിടപ്പുണ്ടെങ്കിൽ, നമ്മളില് പാപത്തിന്റെ കറകൾ കിടപ്പുണ്ടെങ്കിൽ മക്കളെ സ്വർഗത്തിൽ പറ്റില്ല, സ്ഥലം നമുക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തിരിച്ചറിയണം, നമ്മുടെ ആത്മാവിലെ തിന്മയുടെ ലാഞ്ചന മാറാനായിട്ട്, നമ്മുടെ ആത്മാവിന്റെ അപൂർണത മാറാനായിട്ട്, നമ്മളിലെ പാപത്തിന്റെ കറകള് കഴുകിക്കളയാനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തു പോകുന്ന സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലം. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള ദൈവമക്കള് കൃപാവരങ്ങള് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മാക്കൾക്ക്, ആ മനുഷ്യർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അത് ശുദ്ധീകരണ സ്ഥലം മാത്രമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരൊക്കെ തെറ്റിലും പാപത്തിലും, അതും നിസ്സാര തെറ്റൊന്നും അല്ലെന്ന് ഇന്ന് മക്കളുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിട്ട് പാപബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് പാപത്തെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആരെങ്കിലും ആകട്ടെ, അവരൊക്കെ ജീവിതത്തിൽ 10 വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, ഈ 4 മേഖലയിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപത്തിൽ വീണുപോയിട്ടില്ലേ? 10 പ്രമാണ ലംഘനം എത്ര വട്ടമാ മക്കളെ ചെയ്തേ? 7 മൂലപാപങ്ങൾ എത്ര പ്രാവശ്യം വീണുപോയി? തിരുസഭയുടെ കൽപ്പന 5-നെതിരെ എന്തുമാത്രം പ്രാവശ്യമാ പാപം ചെയ്തേ? കാരുണ്യ പ്രവർത്തികൾ 14-നെതിരെ എത്രയോ വട്ടമാ നമ്മൾ പാപം ചെയ്ത് കുട്ടിയെ? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യത്തിനെതിരെ എത്ര പ്രാവശ്യമാ നമ്മൾ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ആ പാപത്തിൽ വീണുപോയെ? പ്രതികാരം ആവശ്യപ്പെടുന്ന പാപമേഖലയിൽ എത്രയോ വട്ടമാ പാപത്തിൽ വീണുപോയെ? ദൈവ സ്നേഹത്തിനെതിരായി, ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി, ദൈവത്തിൻ്റെ വചനത്തിനെതിരായി പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അനേക ലക്ഷക്കണക്കിന് പാപങ്ങൾ നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ള മരിച്ചുപോയവരും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പാപക്ഷമ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിലുള്ളവർ പൂർണ്ണമായിട്ട് കുമ്പസാരിച്ച് പാപക്ഷമ മേടിച്ചിട്ടുണ്ടോ?
പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ 3 കാര്യമാണ് സംഭവിക്കുന്നത്. 1, പാപ കുറ്റമുണ്ടാകുന്നു. 2, പാപക്കറയുണ്ടാകുന്നു. 3, പാപത്തിന്റെ അരൂപി വരുന്നു. എന്നാൽ ഒരു വ്യക്തി അതിനുശേഷം പോയി കുമ്പസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാപത്തിന്റെ കുറ്റം മാത്രം മാറുന്നു. മാർഗപാപമാണെങ്കിൽ നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുന്നു. പിന്നെ എന്താ ബാക്കി നിൽക്കുന്നത്? പാപത്തിന്റെ കറ അല്ലെങ്കിൽ താൽക്കാലിക ശിക്ഷ ആ വ്യക്തിയിൽ കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് മാറണമെങ്കിൽ പരിശുദ്ധ ബലിയോ ദണ്ഡവിമോചനമോ പരിഹാരമോ പ്രായശ്ചിത്തമോ പ്രാർത്ഥനയോ വഴി മാത്രമേ ഈ കാണുന്ന കാര്യം മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എത്ര പേര് ഈ താൽക്കാലിക ശിക്ഷ ഇല്ലെങ്കിൽ ഈ പാപത്തിന്റെ കറ മാറ്റാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു? നമുക്കറിയാലോ അവരെങ്ങനെയാ ജീവിച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, പലരും ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ 7-ാം പൊക്കം സ്വർഗത്തിൽ പോയി. വേറെ ചിലവർ പറയും 13-ാം പൊക്കം പോയി. വേറെ ചിലവർ പറയും 41-ാം പൊക്കം പോയി. വേറെ ചിലവർ പറയും 1-ാമത്തെ ആണ്ടിന് പോയി. ചിലവർ പറയും 2-ാമത്തെയും 5-ാമത്തെയും ആണ്ടിന് സ്വർഗത്തിലെത്തി. അല്ല മക്കളെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് 500 വർഷമായിട്ട് കിടക്കുന്ന ആത്മാക്കളെ അറിയാമെന്ന്. ഈ ഭൂമിയിൽ കൂടി വന്നാൽ 50, 60, 70 വർഷം ജീവിച്ചു. പക്ഷേ അവർ ചെയ്തു കൂട്ടിയ പാപത്തിന് മുഴുവന് പരിഹാരം ചെയ്യാനായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട നാളുകളോ 500, 200, 300 ഒക്കെ വർഷങ്ങൾ. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ? ആകപ്പാടെ 1 വർഷമോ ഇല്ലെങ്കിൽ ആണ്ടിനു മാത്രമോ ഒരു ബലിയും ഒരു പ്രാർത്ഥനയും നടത്തി നമ്മൾ അവരൊക്കെ സ്വർഗത്തിലെത്തി കാണുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ഒരു ആശ്വാസം അവർക്ക് കിട്ടുന്നില്ല. കുടുംബത്തിലുള്ള ഓരോ മക്കളോടും ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം, സഭ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്. ഒരു വ്യക്തിയെ വിശുദ്ധനായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മാവിനെ വിശുദ്ധനായിട്ട് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നിടം വരെയും അല്ലെങ്കിൽ നിന്റെ മരണം വരെയും നീ ആ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ കുറച്ച് ദിവസത്തേക്കോ കുറച്ച് വർഷത്തേക്കോ അല്ല. നിങ്ങൾ ചുമ്മാ ചിന്തിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ ജീവിച്ചിരുന്ന സമയത്ത് എത്രമാത്രം ക്രമരാഹിത്യങ്ങളാ ചെയ്തേക്കണേ. നുണയിലൂടെ, സൽപ്പേര് കളഞ്ഞതിലൂടെ, അല്ലെങ്കിൽ മോഷണത്തിലൂടെ, ഇല്ലെങ്കിൽ മുറിപ്പെടുത്തിയിലൂടെ, സ്നേഹബന്ധങ്ങൾ തകർത്തുന്നതിലൂടെയൊക്കെ എന്തുമാത്രം കാര്യങ്ങളാണ് അവർ ജീവിതത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തു കൂട്ടിയത്. ചിലപ്പോൾ അതൊക്കെ കുമ്പസാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, സൽപ്പേര് കളഞ്ഞവൻ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, അത് തിരിച്ചു കൊടുക്കണം. നുണ പറഞ്ഞവൻ അത് കുമ്പസാരിച്ചാൽ മാത്രം പോരാ, അവൻ സത്യം പറയണം. പ്രിയപ്പെട്ടവരെ, മോഷ്ടിച്ചവൻ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, അത് തിരിച്ചു കൊടുക്കണം. മുറിപ്പെടുത്തിയവൻ അത് കുമ്പസാരിച്ചാൽ മാത്രം പോരാ, അവന്റെ മുറിവ് സുഖപ്പെടുത്തണം. സ്നേഹബന്ധത്തിൽ വിള്ളൽ വരുത്തിയവൻ അവൻ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, ആ കാണുന്ന സ്നേഹബന്ധം പുനർജീവിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ക്രമരാഹിത്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് ഇതിനൊന്നും ചെയ്യാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാക്കൾ അനേകം നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വേദന അനുഭവിക്കാന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ വേദന എന്താണ് എന്ന് ചില വിശുദ്ധാത്മാക്കള് സഭാ പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് പറയുന്നു, മാനസാന്തരം മരണാനന്തരം മിക്കവാറും എല്ലാ ആത്മാക്കളും നിപതിക്കുന്ന ഏറ്റവും കഠിന വേദന സഹിക്കുന്ന തീ ജയിലാണ് ശുദ്ധീകരണ സ്ഥലമെന്ന്. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ കഠിന വേദന അനുഭവിക്കുന്ന തീയുടെ ജയിലാണ് ശുദ്ധീകരണ സ്ഥലം. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്ന കാര്യപ്രകാരമാണ്, ശുദ്ധീകരണ ആത്മാക്കളുടെ സഹനത്തിന്റെ കാഠിന്യം നിമിത്തം 1 മിനിറ്റ് സമയത്തെ അവിടെയുള്ള സഹവാസം 1 നൂറ്റാണ്ട് പോലെ തോന്നിപ്പോകും.
എന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ടില് ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു വ്യക്തി എന്തുമാത്രം വേദനയാണോ അനുഭവിക്കുന്നത്, ആ വേദനയാണ് 1 മിനിറ്റ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഒരാത്മാവ് അനുഭവിക്കുന്ന വേദന എന്ന്. അതുകൊണ്ടാണ് മിസ്റ്റർ ആഗസ്തീനോസ് പറയുന്ന കാര്യപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തെ തീയുടെ സാന്ദ്രത നരകത്തിലെ തീയുടേതുപോലെ തന്നെയാണ്. അതുമായി ഏറ്റവും ചെറിയ ബന്ധം പുലർത്തിയാലുള്ള വേദന ഈ ലോകത്തിലുള്ള എല്ലാ സഹനങ്ങളും കൂട്ടിയാൽ ഉള്ളതിനേക്കാൾ കഠോരമാണ് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് നമുക്ക് കിട്ടാവുന്ന മുഴുവൻ സഹനങ്ങൾ നമ്മൾ ഈ നിമിഷം അനുഭവിക്കുകയാണെങ്കിൽ ആ കാണുന്ന വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്ത് 1 നിമിഷം ഒരാത്മാവ് അനുഭവിക്കുന്ന വേദന. നമ്മൾ ചിന്തിച്ച് നോക്കിക്കുക, അവരനുഭവിക്കുന്ന വേദന എന്തുമാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീൻ പറയുന്ന കാര്യപ്രകാരമാണ്, സ്വർഗപ്രവേശനത്തിന് മുമ്പായി എല്ലാ കുറ്റങ്ങളിൽ നിന്ന് ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കാനോ ഊഹിക്കാൻ പോലുമോ കഴിയാത്ത ഭയങ്കരമായ തീയിൽ വേദനിച്ച് ആത്മാവ് നിർമ്മലമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് ശുദ്ധീകരണ സ്ഥലമെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സിറിൽ ഇപ്രകാരം പറയുവാണ്, ഈ ലോകത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ വേദനകളും അവസാന വിധി ദിവസം വരെ സഹിക്കുന്നതാണ് 1 ദിവസം ശുദ്ധീകരണാഗ്നിയിൽ കിടക്കുന്നതിനേക്കാളും നല്ലതായെന്ന്. വീണ്ടും വിശുദ്ധ സിറിൽ പറയുന്നു, ശുദ്ധീകരണ അഗ്നിയോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള അഗ്നി കുളിർമ തരുന്ന ഒരു ഇളം കാറ്റ് മാത്രമാണ് എന്ന്. മിസ്റ്റർ പീറ്റർ ഡാമിയൻ പറയുന്ന കാര്യപ്രകാരമാണ്, 100 ദിവസം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തീക്കട്ട എടുത്തു വെച്ചാൽ എന്തുമാത്രം വേദന അനുഭവിക്കോ അത്രയും വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരാത്മാവ് 1 നിമിഷം അനുഭവിക്കുന്ന വേദന എന്ന്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, അപ്പനാകാം, അമ്മയാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, അവർ ഈ തീ വേദന അനുഭവിക്കുക. മക്കളെ, ഈ തീ ജയിലിൽ കിടന്ന് തീ അഗ്നിയാൽ നാം പൊള്ളപ്പെടുക. അതുകൊണ്ട് അവർ യാചിക്കുന്ന, മക്കളെ നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്ക. ഇത്രയും വേദനയുടെ നടുവിൽ കിടന്നിട്ട് നമ്മളോട് യാചിച്ചിട്ട് നമ്മൾ മുഖം മാറ്റി ഇനി നടന്നാൽ, നമ്മൾ ഇനി മുഖം മാറ്റിക്കൊണ്ട് നടന്നാൽ, മക്കളെ, അതൊരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി തീരും. ഇനിയെങ്കിലും നമ്മുടെ അധ്വാനം, ഈ മാസത്തെ പ്രധാനപ്പെട്ട നമ്മുടെ കടമ എന്ന് പറയുന്നത് ഈ ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളതാ. പ്രിയപ്പെട്ടവർ, ഈ ആത്മാക്കളെ എപ്രകാരമാണ് രക്ഷിക്കേണ്ടേ? അതിന് പല മാർഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും വിലയുള്ള കാര്യമെന്ന് പറയുന്നത് ദണ്ഡവിമോചനമാണ്. അതിനുശേഷം പ്രാർത്ഥനകൾ, അത് ജപമാലയാകാം, കരുണക്കൊന്തയാകാം, കുരിശിൻ്റെ വഴിയാകാം, ജത്രൂദിൻ്റെ പ്രാർത്ഥനയാകാം, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോചിക്കാൻ കൃപയുണ്ടാകുന്ന പ്രാർത്ഥനയാകാം. മക്കളെ, ഏതൊക്കെ പ്രാർത്ഥനകളാകാം അത്. അതുപോലെ സൽപ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, കാരുണ്യപ്രവർത്തികൾ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് കാഴ്ചവെക്കുന്നത്, ഉപവാസം കാഴ്ചവെക്കുന്നത്, അനുദിന ജീവിതത്തിലെ ഓരോ അധ്വാനം കാഴ്ചവെക്കുന്ന ഇപ്രകാരമൊക്കെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ മുഴുവനും രക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, എങ്ങനെ ദണ്ഡവിമോചനത്തിലൂടെ ആത്മാക്കളെ നേടിയെടുക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമായി. നീ പരിശുദ്ധ കത്തോലിക്ക സഭ നവംബർ മാസത്തില് ചില ദണ്ഡവിമോചനങ്ങൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം ഇതാണ്. നവംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ, ശ്രദ്ധിച്ച് കേൾക്കണം, നവംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഏതൊക്കെ ദൈവമക്കള് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ 1-ാം തീയതി തുടങ്ങി 8-ാം തീയതി വരെ സകല ക്രൈസ്തവ മക്കൾക്കും പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കാം. എങ്ങനെ? ആ പൂർണ്ണ ദണ്ഡവിമോചനത്തിലുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സിമിത്തേരി സന്ദർശിച്ച് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിച്ചുകൊണ്ട് ഈ ആത്മാക്കൾക്കായിട്ട് കാഴ്ചവെക്കാനായിട്ട് പറ്റും. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നവംബർ മാസം 1-ാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് മുതൽ 8-ാം തീയതി വരെയുള്ള
ദിവസങ്ങളിൽ ഏതൊക്കെ ദൈവമക്കള് പൂർണ്ണ ദണ്ഡവിമോചനത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സിമിത്തേരി സന്ദർശിച്ച് ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അവരിലൂടെ നമുക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കളെ പൂർണ്ണ ദണ്ഡവിമോചനം നേടിക്കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം കിട്ടിയ വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നമ്മുടെ മാർപ്പാപ്പ ഈ കഴിഞ്ഞ ഒക്ടോബർ 22 ഒരു ഡിക്രി പുറപ്പെടുവിച്ചു. അതിനകത്ത് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഈ വർഷവും കൊറോണ ആയതുകൊണ്ട്, കോവിഡ് ആയതുകൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, നവംബർ 1 മുതൽ 30 വരെ എന്ന് വെച്ചാൽ ഈ ഒരു മാസക്കാലം മുഴുവനും ഏതൊക്കെ ദൈവമക്കള് പൂർണ്ണ ദണ്ഡവിമോചനത്തിലുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സിമിത്തേരി സന്ദർശിച്ച് അവിടെ കഴിയുന്ന അല്ലെങ്കിൽ അവിടെ അടക്കം ചെയ്യപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അത് ശുദ്ധീകരണ ആത്മാക്കൾക്കായിട്ട് കാഴ്ചവെക്കാമെന്ന്. എന്ന് വെച്ചാൽ ഈ മാസം 30 പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ എടുത്ത് നമുക്ക് ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏതെങ്കിലും ദൈവമക്കള് രോഗപീഠ കൊണ്ട് എഴുന്നേക്കാൻ പറ്റാതെ ബെഡിൽ കിടപ്പായിട്ടുണ്ടെങ്കിൽ, അവർക്ക് സെമിത്തേരി സന്ദർശിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, അവർ മനസ്സിൽ അത് കണ്ടുകൊണ്ട് ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിച്ചുകൊണ്ട് ഈ ആത്മാക്കൾക്കായിട്ട് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന്. നമ്മൾ നോക്കിക്കേ, നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു മാസമക്കളെ ഇത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, ഒരു വർഷം നമുക്കറിയാം 365 ദിവസം. ഈ 365 ദിവസത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനം സാധാരണയായിട്ട് എടുക്കാൻ പറ്റുന്ന ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ്. എന്നാൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം എത്ര പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും എടുക്കാനായിട്ട് പറ്റും. അത് മറ്റൊരു ദിവസവുമല്ല, നവംബർ മാസം 2 സകല മരിച്ചവരുടെയും തിരുനാൾ ദിവസം എന്ന് വെച്ചാൽ നാളത്തെ ദിവസം. പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസം ഏതൊക്കെ ദൈവമക്കള് ദേവാലയത്തിൽ പോയി പരിശുദ്ധ ബലിയർപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കുംഭസാരം നടത്തി പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം സ്വർഗസ്ഥനായ പിതാവിൻ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ത്രിത്വസ്തുതി ചൊല്ലി, അതിനോടൊപ്പം തന്നെ ഏതൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനത്തിലുള്ള വ്യവസ്ഥകളുണ്ടോ ആ വ്യവസ്ഥകൾ മുഴുവനും പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ, മക്കളെ, പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുകയാണ്. എന്ന് വെച്ചാൽ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഫലമായിട്ട്, കപ്പേളകൾ സന്ദർശിക്കുന്നതിൻ്റെ ഫലമായിട്ട്, സിമിത്തേരികൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്നൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് പറ്റും. ചെയ്യേണ്ട കാര്യം, പൂർണ്ണ ദണ്ഡവിമോചനത്തിലുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒന്നെങ്കിൽ ദേവാലയത്തിൽ ചെന്നിട്ടോ, ഇല്ലെങ്കിൽ കപ്പേളയിൽ ചെന്നിട്ടോ, ഇല്ലെങ്കിൽ സെമിത്തേരി ചെന്നിട്ടോ ചൊല്ലിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രാവശ്യം ഒക്ടോബർ മാസം 22 ഡിക്രി പുറപ്പെടുവിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് അവിടെയും ഒരു ഇളവ് തന്നു. ഇളവ് മറ്റൊന്നുമല്ല, നവംബർ മാസം 2 സകല മരിച്ചവരുടെയും തിരുനാൾ ദിവസം ഈ കാണുന്ന പൂർണ്ണ ദണ്ഡവിമോചനം പല പ്രാവശ്യവും എടുക്കാനായിട്ട് അന്നത്തെ ദിവസം പറ്റുന്നില്ല എങ്കിൽ, ഈ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം, ഈ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇപ്രകാരം പൂർണ്ണ ദണ്ഡവിമോചനത്തിനായിട്ട് ദേവാലയങ്ങൾ സന്ദർശിച്ചോ, കപ്പേളകൾ സന്ദർശിച്ചോ, സിമിത്തേരി സന്ദർശിച്ചോ ഇപ്രകാരം ചെയ്താലും നമുക്ക് എത്ര പൂർണ്ണ ദണ്ഡവിമോചനം വേണമെങ്കിലും എടുക്കാമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവനും ഈ നവംബർ മാസം നമുക്കറിയാം, അച്ഛൻ പറഞ്ഞല്ലോ, 30 ദണ്ഡവിമോചനം നമുക്ക് കിട്ടും. എന്ത് ചെയ്താൽ മതി? നമ്മൾ വ്യവസ്ഥകൾ പാലിച്ച് സിമിത്തേരി സന്ദർശിച്ച് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മക്കളെ, അപ്രകാരം നിങ്ങൾ നോക്കിക്കേ, 30 പൂർണ്ണ ദണ്ഡവിമോചനം. ഈ മാസത്തിൽ ഒരു ദിവസം എത്ര പൂർണ്ണ ദണ്ഡവിമോചനം വേണമെങ്കിലും എടുക്കാം.
ചെയ്യേണ്ട കാര്യം എന്താ ഞാൻ പറഞ്ഞു തന്നെ? മക്കളെ മനസ്സിലാക്കണം. ദേവാലയം സന്ദർശിക്കുക, ഇല്ലെങ്കിൽ കപ്പേളകൾ സന്ദർശിക്കുക, ഇല്ലെങ്കിൽ സെമിത്തേരി സന്ദർശിക്കുക. അത് മാറി 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 ഓരോ സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ച് വ്യവസ്ഥകൾ പാലിച്ച് അങ്ങനെ ചെയ്താൽ നമുക്ക് ചുരുക്കത്തിൽ ഒരു 10 എണ്ണം എടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. എന്ന് വെച്ചാൽ ഒരു കത്തോലിക്ക ദൈവ പൈതലിന് ഈ മാസം 40 പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കാൻ പറ്റും. മക്കളെ, ഇതെടുത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവിക ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ, അല്ലെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ തിരിച്ചറിഞ്ഞോണം, ആ നിമിഷം തന്നെ ആ ആത്മാവ് സ്വർഗത്തിലെത്തും. ആ നിമിഷം തന്നെ ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിലെത്തും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇപ്പം എല്ലാവരും ഓർക്കും, ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിസ്തുതിയും ചൊല്ലി കുർബാനയെ സ്വീകരിച്ച് ഒരു കുമ്പസാരം നടത്തി ഒന്ന് സെമിത്തേരി പോയാൽ എല്ലാം പൂർണ്ണദണ്ഡമോചനം കിട്ടി ആത്മാക്കളെ രക്ഷിക്കാം. മക്കളെ, ഇത് പോരാ, ഇത് പോരാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ആദ്യം എന്താണ് ദണ്ഡവിമോചനം. ഇത് മനസ്സിലാക്കിയാലാണ് പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. എന്താണ് ദണ്ഡവിമോചനം? പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1471 ഖണ്ഡികയിൽ 1471 ഖണ്ഡികയിൽ ഇപ്രകാരമാണ് പറയുന്നത്: അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിനു മുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. മനസ്സിലാക്കണം, അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിനു മുമ്പാകെ ഉള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതി മക്കളെ. പാപം ചെയ്യുമ്പോൾ, അത് മാരക പാപമാകട്ടെ, അത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പാപത്തിന് കുറ്റവുമുണ്ട്, പാപത്തിന് കറയുമുണ്ട്. മറ്റൊരു വാക്കി പറയുവാണെങ്കിൽ നിത്യശിക്ഷയുമുണ്ട്, താൽക്കാലിക ശിക്ഷയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുമ്പസാരിക്കുമ്പോൾ നിത്യശിക്ഷ, പാപക്കുറ്റം മാത്രം മാറുന്നു. പിന്നെ ആ വ്യക്തിയിൽ കിടക്കുന്ന കാര്യമാണ് പാപത്തിൻ്റെ കറ അല്ലെങ്കിൽ കാലിക ശിക്ഷ. ഇത് ആ വ്യക്തിയിൽ കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലിക ശിക്ഷയെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ലഘൂകരിക്കാനോ ഇളവ് ചെയ്യാനോ നീക്കം ചെയ്യാനോ ഉള്ള മാർഗമാണ് ദണ്ഡവിമോചനം. ഈ ദണ്ഡവിമോചനം ആർക്കാണ് എടുക്കാൻ പറ്റുക? 2 കൂട്ടം ആത്മാക്കൾക്ക്. ഒന്ന്, സ്വന്തം ആത്മരക്ഷയ്ക്കായിട്ട്. രണ്ടാമതായിട്ട് മരിച്ചുപോയ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്. ജീവിച്ചിരിക്കുന്ന മറ്റാർക്കും വേണ്ടി നമുക്ക് ദണ്ഡവിമോചനം എടുക്കാൻ പറ്റില്ല. ഒന്ന്, സ്വന്തം ആത്മരക്ഷ. 2, മരിച്ചുപോയ ആത്മാക്കളുടെ രക്ഷയ്ക്ക്. ഇതിനു വേണ്ടി മാത്രമേ ദണ്ഡവിമോചനം എടുക്കാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ദണ്ഡവിമോചനം പ്രിയപ്പെട്ടവരെ 6 തരത്തിലാണ്. ഒന്നാമത്തെ ദണ്ഡവിമോചനമാണ് പൂർണ്ണ ദണ്ഡവിമോചനം. രണ്ടാമത്തെ ദണ്ഡവിമോചനമാണ് ഭാഗിക ദണ്ഡവിമോചനം. ഇതാണ് ഓരോ ക്രൈസ്തവനും തിരിച്ചറിയേണ്ടത്. എന്താണ് പൂർണ്ണ ദണ്ഡവിമോചനം? പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ തിരിച്ചറിയുക, നമ്മൾ ചെയ്ത് പാപത്തിൻ്റെ കാലിക ശിക്ഷ എന്ന് വെച്ചാൽ കുമ്പസാരത്തിന് ശേഷം കിടക്കുന്ന കാലിക ശിക്ഷയുണ്ടെങ്കിൽ ആ കാലിക ശിക്ഷ പൂർണ്ണമായിട്ടും ഇളവ് ചെയ്ത് കിട്ടാനായിട്ട് യേശുവിൻ്റെ യോഗ്യതയോടും പരിശുദ്ധ അമ്മയുടെ യോഗ്യതയോടും പരിശുദ്ധിയോടും പ്രാർത്ഥനയോടും വിശുദ്ധരുടെ യോഗ്യതയോടും പ്രാർത്ഥനയോടും സൽപ്രവൃത്തിയോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഇളവ് കിട്ടുകയാണ്. ഇതാണ് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ കാലിക ശിക്ഷയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു ഇളവ് നമുക്ക് കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യം ഇപ്രകാരമാണെങ്കിൽ, സഭ പഠിപ്പിക്കുന്ന കാര്യം ഇപ്രകാരമാണ്: പൂർണ്ണ ദണ്ഡവിമോചനം ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിന് മരിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരില്ല, നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കണം. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാമോദിസാൽ 2 കാര്യമാണ് നടക്കുന്നത്. ഒന്ന്, പാപത്തിന്റെ കുറ്റവും നീങ്ങുന്നു, പാപത്തിന്റെ ശിക്ഷയും നീങ്ങുന്നു. എന്ന് വെച്ചാൽ നിത്യശിക്ഷയും മാറുന്നു, താൽക്കാലിക ശിക്ഷയും മാറുന്നു. എവിടെ? മാമോദിസായില്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കുംഭസാരത്തിൽ ഇതല്ല നടക്കുന്നത്. കുംഭസാരത്തിൽ
നിത്യശിക്ഷ അല്ലെങ്കിൽ കുറ്റം മാത്രം, പാപകുറ്റം മാത്രമേ മാറുന്നുള്ളൂ. താൽക്കാലിക ശിക്ഷയും കിടക്കുന്നു, പാപശിക്ഷയും അവിടെ കിടക്കുക. എന്നാൽ പൂർണ്ണ ദണ്ഡവിമോചനത്തില് മാമോദീസായിലുള്ള അതേ പ്രസാദപര അവസ്ഥ പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെ ഒരു ദൈവ പൈതലിന് കിട്ടുക. എന്താണ്? നിത്യശിക്ഷയും മാറുന്നു, താൽക്കാലിക ശിക്ഷയും മാറിക്കിട്ടുക. പക്ഷെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് മറ്റൊന്നുമല്ല, പൂർണ്ണ ദണ്ഡവിമോചനം മാനസാന്തരത്തിന് പകരം നിൽക്കുന്ന കാര്യമല്ല. മാനസാന്തരപ്പെട്ടവർക്കുള്ള തുണയാണ് പൂർണ്ണദണ്ഡ വിമോചനം. മറ്റൊരു രീതി പറയുവാണെങ്കിൽ, മാനസാന്തരത്തിന്റെ ബലം പുറപ്പെടുവിക്കുന്നവർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന കാര്യമാണ് പൂർണ്ണദണ്ഡ വിമോചനം. ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതിയും പരിശുദ്ധ പിതാവിന്റെ നിയോഗപ്രകാരം ചൊല്ലി ഒന്ന് ബലിയർപ്പിച്ച് കുർബാനയും സ്വീകരിച്ച് ഒരു കുമ്പസാരവും നടത്തിയിട്ട് അതിൻ്റെ പ്രവൃത്തികളോ അതിൻ്റെ പ്രാർത്ഥനകളോ ചൊല്ലിയെന്നോർത്ത് എൻ്റെ പൊന്നു മക്കളെ, പൂർണ്ണദണ്ഡ വിമോചനം കിട്ടില്ല. അത് ചുമ്മാ വെറും ചക്കാത്തി മേടിച്ചു കൊണ്ടുപോകുന്ന പരിപാടി, ലോട്ടറി എടുക്കുന്ന പരിപാടിയാ. ഇത് പറ്റില്ല മക്കളെ. കരുണയുടെ വർഷത്തിൽ പ്രിയപ്പെട്ടവരെ, ദണ്ഡവിമോചനത്തെക്കുറിച്ച് പലരും പഠിപ്പിച്ചെങ്കിൽ അതിലൂടെ ദൈവജനം ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പ, ചുമ്മാ ആത്മാക്കളെ പൊക്കി പൊക്കി വിടത്തില്ലേ? പൂർണ്ണ ദണ്ഡവിമോചനം മാനസാന്തരത്തിന് പകരം നിൽക്കുന്ന കാര്യമല്ല, മറിച്ച് മാനസാന്തരപ്പെട്ടവർക്ക് തുണയാ. മാനസാന്തരത്തിന്റെ ബലം പുറപ്പെടുവിക്കുന്നവർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന കാര്യമാ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, പാപത്തിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ദൈവവുമായിട്ടുള്ള ബന്ധം ഐക്യത്തിലേക്ക് കൊണ്ടുവരണം. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഐക്യത്തിലേക്ക് കൊണ്ടുവരണം. പാപം വെറുത്തുപേക്ഷിക്കണം. യേശുക്രിസ്തുവിന്റെ യോഗ്യതയിൽ പരിപൂർണമായിട്ട് ആശ്രയം വെക്കണം. വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിന്ന് വിശുദ്ധരുടെയും അമ്മ മാതാവിൻ്റെയും യോഗ്യതയോട് ചേർന്ന് നിൽക്കാൻ പറ്റണം. പരിശുദ്ധ പിതാവിനോട് വിധേയപ്പെടണം. ഒരു ജീവിതത്തിൽ ഒരു ലഘുപാപം പോലും ചെയ്യില്ല എന്ന് തീരുമാനമെടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുകയും വചനാധിഷ്ഠിത ജീവിതം നയിക്കുകയും ദൈവ തിരുഹിതം നിറവേറ്റാനും ഒരു ദൈവ പൈതൽ തുടങ്ങിയാൽ മാത്രമാണ് ആ വ്യക്തിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കാൻ പറ്റൂ. അവരെടുക്കുന്ന ദണ്ഡവിമോചനം, ആ പൂർണ്ണ ദണ്ഡവിമോചനം മാത്രമേ ദൈവസന്നിധിയിൽ കംപ്ലീറ്റ് ആയിട്ട് വിടുതൽ കിട്ടുന്ന ഒരാത്മാവിന് രക്ഷ കിട്ടുന്ന ദണ്ഡവിമോചനമായി തീരുള്ളൂ. അല്ലാത്തതൊക്കെ അപൂർണമായിട്ടുള്ള ദണ്ഡവിമോചനങ്ങളാ. അത് ഭാഗിക ദണ്ഡവിമോചനത്തിലേക്ക് മാറ്റപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒത്തിരി ചിലവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഒരു സ്വർഗസ്ഥനായ പിതാവിനെ നന്മ നിറഞ്ഞ മറിയുമേ ത്രിത്വസ്തുതി ചൊല്ലും പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം. അതിനുശേഷം ചിലപ്പോൾ അന്ന് ബലിയും അർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ട് പറയും, എനിക്കൊരു പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടി. ഈ അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ചേട്ടനുമായിട്ട് പിന്നെ വഴക്കാ. അതിനുശേഷം പോയിരുന്നു കുറ്റം പറച്ചില. അതിനുശേഷം പോയിരുന്നു സീരിയലും കണ്ട അതിനെ ഓർത്ത് കരച്ചില. മക്കളെ, പാപം വെറുത്തുപേക്ഷിക്കാൻ, അത് മാരക പാപം മാത്രമല്ല, ലഘുപാപം പോലും വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വീണ് പോയേക്കാം. വീണാലും വീണതിനേക്കാളും വേഗത്തിൽ എണീറ്റ് പുണ്യത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കാൻ പരിശ്രമിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കാനായിട്ട് സാധ്യമാകൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയുക, നാളെ അല്ലെങ്കിൽ ഈ ഒരു മാസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ക്രൈസ്തവ ദൈവമക്കളും സകല വൈദികരും സകല സമർപ്പിതരും മക്കളെ, നമുക്കൊന്ന് മാനസാന്തരപ്പെടാൻ തീരുമാനം എടുക്കുക. അങ്ങനെ മാനസാന്തരപ്പെടാൻ തീരുമാനമെടുത്ത് ഇനി തൊട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ലഘുപാപം പോലും ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വേദനിപ്പിക്കില്ല. ഇത് ഈ ഒരു മാസത്തേക്കല്ല, ജീവിതത്തിൻ്റെ അന്ത്യം വരെ. എന്നിട്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് തുടങ്ങിയിട്ട് മക്കളെ, നാളത്തെ ദിവസം നിങ്ങൾ ദേവാലയങ്ങൾ പോയി സന്ദർശിക്കുക, നിങ്ങൾ കപ്പേളകൾ പോയി സന്ദർശിക്കുക, നിങ്ങൾ സിമത്തേരികൾ പോയി സന്ദർശിക്കുക.
അവിടെ ചെന്നിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ നിങ്ങൾക്ക് നാളെ എന്തോരം പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ നേടാൻ പറ്റുന്നേ, അത് മുഴുവനും നേടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് എന്തോരം ആത്മാക്കളെ രക്ഷിക്കാം. പല കുടുംബത്തിൻ്റെയും കെട്ട് തലമുറയുടെ കെട്ട, തലമുറയുടെ ചില ശാപക്കെട്ട് എന്നൊക്കെ പറയുന്നില്ല മക്കളെ. ആ കെട്ടഴിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ മാർഗമാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് പൂർണ്ണ ദണ്ഡവിമോചനം എടുത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നേ. അങ്ങനെയാണെങ്കിൽ മക്കളെ, കത്തോലിക്ക സഭയിലുള്ള വൈദികര്, കത്തോലിക്ക സഭയിലുള്ള സമർപ്പിതര്, കത്തോലിക്ക സഭയിലുള്ള ആത്മായ മക്കൾ മുഴുവനും ഇപ്രകാരം ഒന്ന് മാനസാന്തരപ്പെട്ട് ഈ ഒരൊറ്റ മാസക്കാലം നമ്മൾ ഇങ്ങനെ ഇതിനു വേണ്ടി ഒന്ന് കഷ്ടപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്തുള്ള മുഴുവനും ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റില്ലേ? എന്ന് വെച്ചാൽ ഒരു ഒറ്റ മാസം കൊണ്ട് ഒരാൾക്ക് ഒരു 40 പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 40 ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിൽ എത്തിക്കാന്ന് ഉറപ്പാണിയത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി പരിശ്രമിച്ചാൽ എന്തുമാത്രം ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുന്നേ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അപ്പച്ചൻ ആ തീ അഗ്നിയിൽ കിടന്ന്, അല്ലെങ്കിൽ അഗ്നി തടാകത്തിൽ കിടന്ന് കേഴുവാ, മക്കളെ മക്കളെ എന്നെ ഒന്ന് രക്ഷിക്ക മക്കളെ. ഇനി ഇതിനെക്കുറിച്ച് ബോധ്യം കെട്ടിയിട്ട് നീ ഒന്ന് മാനസാന്തരപ്പെട്ട് നിന്റെ അപ്പനെ, നിന്റെ സഹോദരനെ, നിന്റെ അമ്മയെ, നിന്റെ ജീവിത പങ്കാളിയെ നീ ഇനിയും രക്ഷിക്കാൻ നോക്കുന്നില്ലെങ്കിൽ എവിടെ കൊണ്ട് തീർക്കും മക്കളെ ഇതിന്റെ പരിഹാര കാര്യങ്ങൾ? അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മാസം ഇത് നഷ്ടപ്പെടുത്തല്ലേ, ഇത് ഉപയോഗിക്കണം മക്കളെ. നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ഐക്യപ്പെടണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാണുന്ന ആത്മാക്കളെ രക്ഷിക്കണം. ഇതിന് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ദൈവത്തോട് ഐക്യപ്പെടണം, സഹോദരങ്ങളോട് ഐക്യപ്പെടണം, ക്രിസ്തുവിൻ്റെ യോഗ്യതയോട് ചേരണം, വിശുദ്ധരുടെ കൂട്ടായ്മയിൽ അമ്മയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം. അതോടൊപ്പം തന്നെ ഒരു ലഘുപാപം പോലും ചെയ്യില്ല എന്ന തീരുമാനമെടുത്ത് വിശുദ്ധ ജീവിതം നയിക്കണം. അതിനോട് ചേർന്ന് ചെയ്യേണ്ട കാര്യമാ കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേ ത്രിത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കണം. എന്നിട്ട് ആ പ്രവൃത്തിയോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയോ ചെല്ലുവാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണം. പ്രിയപ്പെട്ടവർ, എല്ലാ ദിവസവും കുമ്പസാരിക്കേണ്ട. പ്രസാദപര അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് 20 ദിവസത്തിനുള്ളിൽ കുമ്പസാരിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി. ഒരു തെറ്റിൽ വീണു പോയാൽ കുമ്പസാരിക്കുക, പരിഹാരം ചെയ്യുക, വീണ്ടും വരിക, ദണ്ഡവിമോചനം എടുക്കണം. മക്കൾ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കും രക്ഷപ്പെടാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എന്തുമാത്രം ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ചുകൂടെ? ഒന്ന് പിടിച്ചാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ മക്കളെ. തള്ളിക്കളയല്ലേ. ഈ കാണുന്ന അനുഗ്രഹം നമ്മൾ ഉപേക്ഷിച്ച് കളയല്ലേ. നമ്മൾ പരിശ്രമിക്കണം. കാരണം നമുക്ക് അടുത്ത വർഷം സാധാരണ എല്ലാ വർഷവും നവംബർ മാസം 1 തൊട്ട് 8 വരെ സിമിത്തേരി സന്ദർശിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രമാണ് സഭ പരിശുദ്ധ പിതാവ് അനുവദിച്ചിരിക്കുന്ന 30 ദിവസവും ദണ്ഡവിമോചനം. എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് രക്ഷപ്പെടണം. മരിച്ചുപോയ നമ്മുടെ കുടുംബത്തിലെ തലമുറകളെ നമുക്ക് രക്ഷിക്കണം. അതിന് കിട്ടിയ അവസരം മക്കളെ നഷ്ടപ്പെടുത്തരുത്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഭാഗിക ദണ്ഡവിമോചനം. എന്താ മക്കളെ ഭാഗിക ദണ്ഡവിമോചനം? ഭാഗിക ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ ഒറ്റ കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള താൽക്കാലിക ശിക്ഷയുണ്ടല്ലോ, കുമ്പസാരത്തിന് ശേഷം കിടക്കുന്ന താൽക്കാലിക ശിക്ഷ. ഈ താൽക്കാലിക ശിക്ഷ ഭാഗികമായിട്ട് നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഭാഗിക ദണ്ഡവിമോചനം. അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? അതിനുള്ള ചില കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്താണോ സഭ അനുവദിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് ചൊല്ലുക. രണ്ടാമത്തെ കാര്യം, അപൂർണങ്ങളായ പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ മുഴുവനും എന്തായിത്തീരും? ഭാഗിക ദണ്ഡവിമോചനമായിത്തീരും. ഉദാഹരണങ്ങൾ പറയുവാണെങ്കിൽ, വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യുന്ന ഇത് മുഴുവനും ഈ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്താൽ അതൊരു ഭാഗിക ദണ്ഡവിമോചനമാണ്. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ അതൊരു ഭാഗിക ദണ്ഡവിമോചനമാണ്. ഒരു എത്രയെന്തയുള്ള മാതാവ് ചൊല്ലിയാൽ അത് മറ്റൊരു ഭാഗിക ദണ്ഡവിമോചനമാണ്. ഒരു പരിശുദ്ധ രാജ്യം ചൊല്ലിയാൽ അത് മറ്റൊരു ഭാഗിക ദണ്ഡവിമോചനമാണ്. 51 സങ്കീർത്തനം വായിച്ചാൽ അത് മറ്റൊരു ഭാഗിക ദണ്ഡവിമോചനമാണ്. മനസ്താപ്രകരണം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അതൊരു ഭാഗിക ദണ്ഡവിമോചനമാണ്. മറിയത്തിന്റെ സ്തോത്രഗീതം ചൊല്ലിയാൽ അതൊരു ഭാഗിക ദണ്ഡവിമോചനമാണ്.
നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു 100 വിശ്വാസ പ്രമാണം ഭാഗിക ദണ്ഡമോചനം കിട്ടി ചെല്ലുവാണെങ്കിൽ 100 ഭാഗിക ദണ്ഡമോചനം കിട്ടുക. ഒരു 50 എത്രയും ദയുള്ള മാതാവ് ഈ നിയോഗത്തോടു കൂടി, ഈ ആഗ്രഹത്തോടു കൂടി ചെല്ലിയാൽ 50 ഭാഗിക ദണ്ഡമോചനം കിട്ടിയ. ഒരു 25 പരിശുദ്ധരാജ്ഞി എന്നുള്ള പ്രാർത്ഥന ചെല്ലുവാണെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ ആഗ്രഹത്തോടു കൂടി ചെല്ലിയാൽ 25 ഭാഗിക ദണ്ഡമോചനം കിട്ടിയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു 10 മനസ്താപ്രകരണം ചെല്ലിയാൽ ഒരു 10 പ്രാവശ്യം നമ്മൾ ഭാഗിക ദണ്ഡമോചനം എടുക്കുക. ഈ ഭാഗിക ദണ്ഡവിമോചനങ്ങൾ അനേക ദിവസങ്ങൾ, അനേക വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ താൽക്കാലിക ശിക്ഷയുടെ ഒരു ഭാഗം മാത്രം മായ്ക്കപ്പെടും, റദ്ദാക്കപ്പെടും, ഇളവ് ചെയ്ത് കിട്ടും. ബാക്കി ഇനി എത്ര കാലത്തോളം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ചിന്തയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കണം, ഭാഗ്യ ദണ്ഡമോചനം എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ച് 1/2 മണിക്കൂർ ബൈബിൾ വായിച്ചാൽ പൂർണ്ണ ദണ്ഡമോചനമാണ്. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വ്യവസ്ഥകൾ പാലിച്ച് കുരിശിൻ്റെ വഴിയുടെ 14 സ്റ്റേഷനിൽ കൂടി ഈശോയുടെ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ചെല്ലുകയാണെങ്കിലും പൂർണ്ണ ദണ്ഡമോചനമാണ്. പ്രിയപ്പെട്ടവരെ, 1/2 മണിക്കൂർ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, അത് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വ്യവസ്ഥകൾ പാലിച്ചിട്ട് 1/2 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ദണ്ഡമോചനമാണ്. നമ്മുടെ കുടുംബസമേതം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മക്കളെ, അത് വ്യവസ്ഥകൾ പാലിച്ചിട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, അതൊരു പൂർണ്ണ ദണ്ഡമോചനമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നും ദിവസത്തിലെന്നും ഒരു പൂർണ്ണ ദണ്ഡമോചനവും എത്ര ഭാഗ്യ ദണ്ഡമോചനം വേണമെങ്കിലും എടുക്കാം. ഞാൻ വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ നവംബർ മാസം നമുക്ക് വേണ്ടി എടുക്കാനുള്ള മാസമല്ല, മറിച്ച് മരിച്ചുപോയ ആത്മാക്കളെ രക്ഷിക്കാനുള്ള, ദണ്ഡവിമോചനം എടുത്ത് രക്ഷിക്കാനുള്ള മാസമാണ്. ഈ ഒരു മാസക്കാലം മുഴുവനും നിങ്ങൾ ബലിയർപ്പിക്ക്, കുർബാന സ്വീകരിക്ക്, നിങ്ങൾ 20 ദിവസത്തിനുള്ളിൽ കുമ്പസാരിക്ക്, പ്രസാദപര അവസ്ഥയിലാകെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്ക്. എന്നിട്ട് സിമിത്തേരി സന്ദർശിച്ച് ദണ്ഡവിമോചനം എടുത്ത് ഈ ആത്മാക്കൾക്കായിട്ട് കാഴ്ചവെക്ക്. ഈ മാസത്തിലെ ഒന്നെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമോ മക്കളെ, നിങ്ങൾക്ക് പറ്റുന്ന പള്ളികൾ മുഴുവനും സന്ദർശിക്കുക, പറ്റുന്ന കപ്പേളകൾ മുഴുവനും സന്ദർശിക്കുക, പറ്റുന്ന സെമിത്തേരികൾ മുഴുവനും സന്ദർശിക്കുക. എന്നിട്ട് അതിലൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ഒരു വിശ്വാസ പ്രമാണം ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കൊണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം എടുത്ത് ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്ക്. ചെയ്യേണ്ട കാര്യം മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് വ്യവസ്ഥകൾ പാലിച്ച് ചെയ്താൽ അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ ആത്മാവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം കണ്ണടയ്ക്കാം. പരിശുദ്ധി ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ അനേകം ആത്മാക്കൾ, അപ്പൻ നഷ്ടപ്പെട്ടവരില്ലേ, അമ്മ നഷ്ടപ്പെട്ടവരില്ലേ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരില്ലേ, പ്രിയപ്പെട്ടവരെ സ്വന്തക്കാര് നഷ്ടപ്പെട്ടവരില്ലേ, അവരൊക്കെ കിടന്ന് യാചിക്കുന്ന യാചന, മക്കളെ എന്നെ ഒന്ന് രക്ഷിക്ക, എന്നോടൊന്ന് കരുണ കാണിക്ക്, എന്നെ കൈവിടല്ലേ. അവരെ രക്ഷിക്കാനുള്ള ദൈവം തന്നിരിക്കുന്ന ഈ മാസത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാ മക്കളെ ദണ്ഡവിമോചനം. ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ആദ്യം മാനസാന്തരപ്പെട്ട് സഭ നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി ഈ ഒരു മാസക്കാലം ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് എത്രയോ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുന്നേ. ദൈവമേ, എനിക്കതിനൊരു കൃപത, എന്നെ അതിനൊന്ന് യോഗ്യരാക്ക്, എന്നെ അതിനെ പഠിപ്പിക്കുക എന്ന് ഒരു നിമിഷം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധി ആരാധനയ്ക്കായിട്ട് നമ്മളെ ഒരുക്കാം. ദിവ്യകാരുണ്യീശോയിലേക്ക് ഈ ആത്മാക്കളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നുകൊണ്ടോ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ വിളിച്ചു പാടി പ്രാർത്ഥിക്കാം.
യേശു ദൈവപുത്രൻ, 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 യേശു ദൈവപുത്രൻ. ആരാധന 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 ആരാധന. യേശു ദൈവ കുഞ്ഞാട്, 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 യേശു ദൈവ കുഞ്ഞാട്. ആരാധന 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 വിശുദ്ധരോട് ചേർന്ന ആരാധന ആരാധന കൊടുത്ത മക്കളെ, ആരാധന 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 ഈശോയെ. ആരാധന സകല വിശുദ്ധരോട് ചേർന്ന ആരാധന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആരാധന 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 ജീവിക്കുന്ന ദൈവമേ, ആരാധന ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, വിളിച്ചു പ്രാർത്ഥിച്ച് ചങ്കുപൊട്ടി വിളിച്ച് ആത്മാക്കളെ രക്ഷിക്കാനുള്ള കൃപ കിട്ടാൻ ദാഹിച്ച് ജീവിക്കുന്ന യേശുവിന്റെ നാമം വിളിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമം വിളിക്കട്ടെ. ഹാല 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 റിയ 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 ബല 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 ബല. So in the name of Jesus Christ, 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 in the power 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 of Jesus Christ. ആരാധന 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 ആരാധിച്ച മക്കളെ വിട്ടുകൊടുത്ത് ആരാധന കൃപയൊഴുകട്ടെ. ആരാധന ആത്മാക്കളെ രക്ഷിക്കാനുള്ള ദാഹമുണ്ടാകട്ടെ. ആരാധന 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 ഒറ്റ വിളി ജീവിക്കുന്ന യേശുവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ജീവനുള്ള യേശു ക്രിസ്തുവേ. ഒരു നിമിഷം രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇത്രമാത്രം അനുഗ്രഹിക്കുന്ന, എന്തുമാത്രം തെറ്റ് ചെയ്തിട്ടും പാപം ചെയ്തിട്ടും ഈശോയെ മുറിപ്പെടുത്തിയിട്ടും ഈശോയെ കുത്തി നോവിപ്പിച്ചിട്ടും ഈശോയുടെ ശിരസിലേക്ക് മുൾക്കിരീടം വീണ്ടും വീണ്ടും ചാർത്തിയിട്ടും കൈകാലുകളിലേക്ക് ആണികൾ വീണ്ടും വീണ്ടും അടിച്ചു കയറ്റിയിട്ടും ശിക്ഷിക്കാതെ
നമ്മളെ മാറ്റി നിർത്താതെ, നമ്മളെ തള്ളിക്കളയാതെ, നമ്മളെ ഉപേക്ഷിക്കാതെ, ഇതാ എൻ്റെ കുഞ്ഞേ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നിലൂടെ മാത്രമേ എൻ്റെ സഹന സഭയെ കിടക്കുന്ന ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പറ്റൂ. നിന്റെ സഹായം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാ. എനിക്ക് നിന്റെ ആത്മാവിനെ വേണം. സഹന സഭയെ കിടക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഓരോ ആത്മാക്കളെയും എനിക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തമ്പുരാന്റെ സന്നിധിയിലേക്കൊന്ന് മാപ്പ് ചോദിച്ചു വന്നേ. ഈശോയെ, എനിക്ക് ഈ ആത്മാക്കളെ രക്ഷിക്കണം. അതിന് എന്നിൽ നിന്ന് ഈ ആവശ്യപ്പെടുന്നത് ഒരു തിരിച്ചുവരവ്, ഒരു മാനസാന്തരം, നിന്റെ അടുത്തേക്കുള്ള ഒരു ചേരലാണല്ലോ. അശുദ്ധിയാ, അശുദ്ധമായ അധരമുള്ള വ്യക്തിയാ, അശുദ്ധിയുള്ള ശരീരമായിട്ട് നിൽക്കുന്ന വ്യക്തിയാ. ഞങ്ങൾ ഒത്തിരി കുറവുള്ളവരാ ദൈവമേ. ഇതാ നിന്റെ മുമ്പിൽ, നിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ വന്ന് നിൽക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തത്താൽ, നിന്റെ കരങ്ങളിൽ നിന്നൊഴുകുന്ന രക്തത്താൽ, നിന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തത്താൽ ഞങ്ങളെ കഴുകി ഈശോയെ നീ ഒന്ന് സ്വന്തമാക്ക്, നിന്റെ മാത്രമാക്കി നീ ഒന്ന് മാറ്റണമേ എന്ന് ഉള്ളുരുകി ഓരോ മക്കളും ഒന്ന് ദാഹിച്ച് മാപ്പ് ചോദിച്ച് കേണ് പ്രാർത്ഥിച്ചേ. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും ലോകം മറന്നാലും, ലോകം നിന്നെ മറന്നാലും, ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം. ഓരോ മകനോടും മകളോടും പറയൂ, അനുദപിക്കുന്ന മക്കളോട് പറയുവാട്ടോ, നീ യേശുവിങ്കൽ വാ, തിരിച്ചു വാ മക്കളെ. നിൻ ഹൃദയത്തിലവനിടം താ, എന്റെ ഈശോയെ, നിൻ ഹൃദയത്തിലവനിടം താ. മക്കളെ ഈശോ വിളിക്കുന്നു, ഓരോ മക്കളെ. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ. ഹൃദയത്തിലവനിടം നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി നിർമ്മലമാക്കണ്ട ഈശോയെ. ഹൃദയത്തിലവനിടം താ. ഒരു നിമിഷം മക്കളെ, ഈശോയുടെ മുന്നിൽ ഒരു തീരുമാനമെടുക്ക്. എന്റെ ഈശോ എന്നെ തിരിച്ചു വിളിച്ചേക്കുക. നീ രോഗിയാകട്ടെ, പാപിയാകട്ടെ, മാരക പാപബന്ധനത്തിൽ കഴിയുന്ന വ്യക്തിയാകട്ടെ, നീ തിരിച്ചു വരാൻ, നീ അനുദപിക്കാൻ, നീ മാനസാന്തരപ്പെടാൻ, ഇനി ഒരു പാപം പോലും ചെയ്ത് എൻ്റെ ഈശോയെ വേദനിപ്പിക്കില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും കുഞ്ഞേ. നിന്നിലൂടെ അനേകം ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റും. ഈശോയുടെ മുന്നിൽ ഒരു തീരുമാനമെടുക്കുക. ഈശോയെ, എനിക്ക് നാളെ എന്തുമാത്രം ദണ്ഡവിമോചനം എടുക്കാൻ പറ്റുമോ അത് മുഴുവനും എടുക്കണം. എനിക്കൊരു പൂർണ്ണതയിൽ ഒരു കുംഭസാരം നടത്തണം. എനിക്ക് പരിശുദ്ധ ബലിയർപ്പിച്ച് ഈശോയെ നിന്നെ ഒന്ന് സ്വീകരിക്കണം. പരിശുദ്ധ പിതാവിന് വിധേയപ്പെട്ടുകൊണ്ട് എനിക്ക് പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണം. എനിക്കൊന്ന് സിമിത്തേരി സന്ദർശിക്കണം. എനിക്ക് ഇനി തൊട്ടൊരു വിശുദ്ധ ജീവിതം നയിക്കണം. എന്നിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മുഴുവനും ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പൂർണ്ണ ദണ്ഡവിമോചനം ഈ മാസം മുഴുവനും എടുക്കണം എൻ്റെ ഈശോയെ. എനിക്ക് വേണ്ടത് നിന്റെ കൃപയാ. ഞാൻ പാപിയാ, ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയാ. വീണു പോകാൻ സാധ്യതയുണ്ട്. വീണതിനേക്കാളും പെട്ടെന്ന്, വീണതിനേക്കാളും നേരത്തെ ചാടി എഴുന്നേറ്റ് പുണ്യത്തിൽ ജീവിക്കാൻ എനിക്കൊരു കൃപ തരണമേ, എനിക്കൊരു ശക്തി തരണമേ, എനിക്കൊരു തുണ തരണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഓരോ മക്കളും ഈശോയുടെ മുമ്പിൽ
ഒന്ന് കേണ് പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ദിവികാരുണ്യീശോയിലേക്കൊന്ന് ചേർത്ത്. അപ്പൻ നഷ്ടപ്പെട്ടതാകാം, അമ്മ നഷ്ടപ്പെട്ടതാകാം, ജീവിത പങ്കാളി, മക്കള്, സഹോദരങ്ങള്, പൂർവീകര്, അവരെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുക്ക്. ദൈവമേ, അവർ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി തെറ്റിൽ വീണുപോയിട്ടുണ്ടാകാം, അവർ കുമ്പസാരിച്ച് കാണും. പക്ഷെ എന്നാലും കാലിക ശിക്ഷ കിടപ്പുണ്ടായിരുന്നല്ലോ. പലപ്പോഴും അവർ കരുണയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും പരിഹാരം ചെയ്ത് കാലിക ശിക്ഷയിൽ നിന്നും മോചനം മേടിച്ചില്ലായിരുന്നു. ക്രമരാഹിത്യങ്ങൾ വരുത്തിക്കെട്ട് അതിന് പലപ്പോഴും പരിഹാരം ചെയ്തിട്ടില്ലായിരുന്നു. ലഘുപാപങ്ങൾ പലപ്പോഴും ചെയ്തിട്ടും ഉപേക്ഷയാൽ ചില പാപങ്ങളൊക്കെ ചെയ്തിട്ടും പരിഹാരം ചെയ്തിട്ടില്ലായിരുന്നു. ദൈവമേ, അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ടെങ്കിൽ അവരെയൊക്കെ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുക. സ്വീകരിക്കണേ പിതാവേ, സ്വീകരിക്കണേ ആബായേ, ഇവരോടൊന്ന് കരുണ തോന്നണേ ആബായേ, ഇവരുടെ പാപമാലിന്യങ്ങൾ കഴുകണേ ആബായേ, ഇവർ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണേ ആബായേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, പൂർവികരെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടൊന്ന് വിളിച്ചു പാടിക്കേ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ ഈശോയേ, പ്രാർത്ഥനകൾ നിന്റെ തിരുസുതനാം ഈശോ വഴിയായിട്ട്, നിൻ തിരുസുതനാ സ്വീകരിക്കണേ ഈശോ വഴിയാ ആത്മാക്കളെ മുഴുവനും കൊള്ളണമേ പ്രാർത്ഥനകൾ. ഒരു നിമിഷം മരിച്ചു പോയിട്ടുള്ള മുഴുവനും വൈദികരെ ഈശോയിലേക്കൊന്ന് സമർപ്പിച്ച്, മരിച്ചുപോയ മുഴുവനും സമർപ്പിതരെ ഒന്ന് സമർപ്പിച്ച്, അബോർഷനിലൂടെ മരിച്ചുപോയ എന്തോരം കുഞ്ഞുങ്ങളാ ഒന്ന് കൊടുത്ത മക്കള്, ദുർമരണം മൂലം ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കള്, പ്രകൃതി ദുരന്തത്താൽ മരിച്ചുപോയ ആത്മാക്കള്, പകർച്ചവ്യാധിയാൽ മരിച്ചുപോയ ആത്മാക്കള്, ഭീകരവാദികളുടെ ആക്രമണത്താൽ മരിച്ചുപോയ ആത്മാക്കള്, ശുദ്ധീകരണ സ്ഥലത്ത് ആരും പ്രാർത്ഥിക്കാനില്ലാതെ കടക്കുന്ന ആത്മാക്കള് ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ, നിത്യപിതാവിന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. ദൈവമേ, ഇതാ ഞങ്ങൾ ഈ നിമിഷം ഈ മാസം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഞങ്ങൾ ജപിക്കുന്ന ജപമാലകൾ, ഞങ്ങൾ അർപ്പിക്കുന്ന ബലികൾ സ്വീകരിച്ച് ഈ ആത്മാക്കളെ മുഴുവനും സ്വീകരിച്ച് രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാർത്ഥമായിട്ട് ഉറക്കി ഒന്ന് വിളിച്ചു പാടിക്കേ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ സ്വീകരിക്കണേ യേശുവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ നിന്റെ സുതനാം ഈശോ വഴി, നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. എല്ലാവരും രണ്ടു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന എന്തുമാത്രം ആത്മാക്കളുണ്ടോ, ആത്മാക്കൾ മുഴുവനും രക്ഷ പ്രാപിക്കണം മക്കളെ. നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം എടുക്കാനുള്ള ഒരു ക്രമ കിട്ടണം. ഇതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ശക്തിയോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല 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 ഹല. ഓരോ മക്കളെ വിളിച്ചു പ്രാർത്ഥിച്ച്, വിളിച്ചു പ്രാർത്ഥിച്ച് ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ, ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ. ഹല 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 ഹല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു മാസമാണ്. ഈ മാസത്തിൽ വില കൊടുത്ത് പ്രാർത്ഥിച്ചോണം. നീ രക്ഷ പ്രാപിക്കും, തലമുറ രക്ഷ പ്രാപിക്കും, കുടുംബം രക്ഷ പ്രാപിക്കുന്ന നാളുകളാണ്. അതിനുവേണ്ടി ശെഖേന ചാനൽ ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയ ശുദ്ധീകരണാത്മാക്കളും നമ്മളും 10 ദിവസം 10 ദിനം മക്കളെ വലിയ ബോധ്യങ്ങൾ കിട്ടുന്ന ദിനങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ ദാഹമുണ്ടാകുന്ന ദിനങ്ങളാണ്. വില കൊടുക്കാനുള്ള താല്പര്യമുണ്ടാകുന്ന ദിനങ്ങളാണ്. അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിൽ എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയം കടന്നു വരുന്ന നാളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ 10 ദിനങ്ങൾ മറക്കരുതേ. 10 ദിനങ്ങളിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരണം. ഈ മാസക്കാലം മുഴുവനും മറ്റൊന്നിനും വേണ്ടിയല്ല പ്രാർത്ഥന. വില കൊടുത്ത് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിൽ ആത്മാക്കളെ എത്തിക്കണം. അവർ നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും, കോട്ടകെട്ടും, പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ മുടക്കല്ലേ, മറക്കല്ലേ. എല്ലാവരും പങ്കുചേരണം. അതിനുള്ള കൃപാവരം സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.